കേരളം അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അത് സജീവമാക്കിക്കൊണ്ട് കേരളത്തിലെ മുന്നണികളൊക്കെ തയ്യാറാണ്. അപ്പോൾ കേരളത്തിൽ എത്രത്തോളം ഒരുക്കങ്ങൾ നടക്കുന്നു? ഇനിയിപ്പോൾ ഇന്ന് ഉടനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ആദ്യം ആര് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ കൂടിയുണ്ട്. മാത്രമല്ല എത്രത്തോളം ഒരുക്കം കേരളം നടത്തി കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയണം. പോകാം നേരെ തിരുവനന്തപുരത്തേക്ക്. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകുന്നുണ്ട്. സെയ്ഫ്, ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണെങ്കിൽ ഒരു ഉത്സവത്തിന്റെ കാഹളം മുഴങ്ങുകയായി. ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ ആഘോഷങ്ങളാണ് കേരളത്തിൽ ഉണ്ടാവുക. കാരണം പാർട്ടികളൊക്കെ നേരത്തെ തന്നെ സജ്ജമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ ആദ്യം ആര് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നുള്ള ചോദ്യങ്ങളുണ്ട്. കോൺഗ്രസ് ഒക്കെ നേരത്തെ സജ്ജമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടെ നമുക്ക് കടക്കേണ്ടതുണ്ട്. മാത്രമല്ല എത്രത്തോളം തെരഞ്ഞെടുപ്പിനായി കേരളവും രാഷ്ട്രീയ പാർട്ടികളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് സെയ്ഫ്? ജിൽസി, ജനാധിപത്യത്തിന്റെ ഉത്സവം മാത്രമല്ല, ജനാധിപത്യത്തിലെ യുദ്ധം കൂടിയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഒരു ഒന്നാം തര യുദ്ധമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനൊപ്പം തന്നെ പാർട്ടിയുടെ അണികൾക്ക് അത് ഒരു ഉത്സവം കൂടിയാണ്. അത് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് കൊട്ടിക്കലാശം നടക്കുന്ന വൈകിട്ട് 6 മണി വരെ അവർക്കത് ഉത്സവമാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് അതൊരു യുദ്ധത്തിന്റെ പ്രതീതിയാണ്. മുന്നിൽ നിന്ന് നയിക്കുന്നവർക്ക് ഈ എതിർ ചേരിയിലുള്ള ആൾക്കാരുടെ അമ്പുകൾ വന്ന് വീഴാതെ സൂക്ഷിച്ചു നിൽക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് യുദ്ധവും ഉത്സവവും ഒരുമിച്ച് നടക്കുന്ന ഒരു സമയമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത CPM നേതൃത്വം തന്നെയാണ്. CPM എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണി നേതൃത്വം തന്നെയായിരിക്കും. കാരണം CPM നേതൃത്വം ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 1-2 സീറ്റിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകൾ മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ഒന്ന് പാലക്കാട് സീറ്റിൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ആ തീരുമാനം ഉണ്ടാകുന്നത് UDF-ന്റെ BJP-യുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷം മതി എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട്. ബാക്കി ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. സ്വതന്ത്രന്മാർ ഉൾപ്പെടെ ഇന്ന് കഴിഞ്ഞ തവണ 77 സീറ്റുകളിലാണ് CPM മത്സരിച്ചത്. സ്വതന്ത്രന്മാർ ഉൾപ്പെടെ 86 സീറ്റുകളോളം ആണ് CPM മത്സരരംഗത്ത് ഇത്തവണ ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി ആദ്യം തന്നെ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും. പിന്നെയുള്ള ഒരു കാര്യം കോൺഗ്രസിന്റേതാണ്. കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടങ്ങളിൽ, പുതിയുഗ യാത്ര തുടങ്ങുന്ന സമയത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ കോൺഗ്രസ് പറഞ്ഞിരുന്നത് സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കും. പുതിയുഗ യാത്ര കോഴിക്കോട് എത്തുന്ന ഘട്ടത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ അവകാശവാദം. പക്ഷേ പുതിയുഗ യാത്ര കഴിഞ്ഞു. ഏതാണ്ട് 1.5 ആഴ്ച പിന്നെയും കഴിയുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചില മണ്ഡലങ്ങളിൽ 10-60 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഒറ്റപ്പേരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ അത് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. കാരണം പലയിടങ്ങളിലും ചില തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ചാത്തന്നൂർ തർക്കം നിലനിൽക്കുന്നു, കണ്ണൂരിൽ തർക്കം നിലനിൽക്കുന്നു. സുധാകരനാണെങ്കിൽ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. സുധാകരന് വഴങ്ങേണ്ടതില്ല എന്ന് നേതൃത്വം തീരുമാനിക്കുമ്പോഴും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സമീപനം സുധാകരൻ സ്വീകരിക്കുന്നു. അങ്ങനെ വെട്ടിലായി നിൽക്കുന്നു കോൺഗ്രസിന്റെ പാർട്ടി. അവരുടെ സ്ഥാനാർത്ഥി നിർണയം എന്തായാലും അധികം വൈകില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്. പക്ഷെ അത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി എടുക്കും. ഒരു ദിവസത്തിനുള്ളിൽ അത് പ്രഖ്യാപിച്ചേക്കാം. BJP-യുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് നമുക്കൊരു ചിത്രം വ്യക്തമാകാത്തത്. പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അവർ A ക്ലാസ് മണ്ഡലം പോലെ കാണുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഒന്ന് നേമം, അവിടെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. വട്ടിയൂർക്കാവ് R ശ്രീലേഖ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. കഴക്കൂട്ടത്ത് അത് V മുരളീധരൻ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ മത്സരിക്കും. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും. ചെങ്ങന്നൂർ സീറ്റിൽ 2 പേർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. MD രമേശ് ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സന്ദീപ് വചസ്പതി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. മഞ്ചേശ്വരത്താണെങ്കിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിലും സുരേന്ദ്രൻ ആ സീറ്റിൽ മത്സരിക്കണമെന്ന് വാശി പിടിക്കുകയായിരുന്നു. വട്ടിയൂർക്കാവ് കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. തിരുവനന്തപുരം സെൻട്രൽ ആരെ മത്സരിപ്പിക്കണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. അതൊരു പക്ഷേ ഒരു വിസ്മയമാകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമ്മൾ തള്ളുന്നില്ല. ആ വിസ്മയം എന്താണ് എന്ന് ഈ ഘട്ടത്തിൽ പറയുന്നില്ല. ചിലപ്പോൾ ഒരു വിസ്മയം ആയേക്കാം അത് എന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെ നോക്കുമ്പോൾ 3 രാഷ്ട്രീയ പാർട്ടികളും 3 മുന്നണികളും ഒരേപോലെ തന്നെ സജ്ജമായിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ ആര് പ്രഖ്യാപിക്കും എന്ന ആദ്യ ചോദ്യത്തിന് വീണ്ടും ഞാൻ ഉത്തരം നൽകുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോവിന്ദമാഷി ഇവിടെ ഇല്ല, കണ്ണൂരാണ് ഉള്ളത്. കണ്ണൂരിൽ വെച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമോ തിരുവനന്തപുരത്ത് എത്തിയിട്ട് പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. എന്തായാലും അധികം